വെൽക്കം സ്റ്റുഡൻസ്. നമ്മളിന്ന് ബാക്കി ഭാഗങ്ങൾ നോക്കുകയാണ്. ക്ലീൻ റൂം ടെസ്റ്റിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ അതൊരു ഹാർഡ്വെയർ കമ്പനീസിലൊക്കെ ചെയ്യുന്നൊരു സംഭവമാണ്. അതായത് നിങ്ങൾ കണ്ടിട്ടില്ലേ, ഭയങ്കര ക്ലീൻ ആയിട്ടുള്ള തലയിൽ ക്യാപ്പൊക്കെ ഇട്ടിട്ട്, ഗ്ലൗസ് ഒക്കെ ഇട്ടിട്ട്, മാസ്ക് ഒക്കെ ഇട്ടിട്ട്, ഹെയർ ഹാർഡ്വെയർ ക്രിയേറ്റ് ചെയ്യുന്ന സ്ഥാപനങ്ങളുണ്ട്. അവിടെ ചെയ്യുന്നൊരു സംഭവമാണത്. പക്ഷേ നമ്മൾ ആ ഒരു പദപ്രയോഗം നമ്മളുടെ സോഫ്റ്റ്വെയർ ഇൻഡസ്ട്രിയിൽ ഉപയോഗിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ആദ്യമേ പറയട്ടെ, ഇത് ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് IBM എന്ന് പറഞ്ഞ കമ്പനിയാണ്. അപ്പോൾ ഇതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ അത്രയും കെയർ കൊടുക്കുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് ക്ലീൻ റൂം ടെസ്റ്റിങ്ങിന് വേണ്ടിയിട്ട്. ഇത് കൂടുതലായിട്ട് നമ്മൾ വാക്ക് ത്രൂ, ഇൻസ്പെക്ഷൻ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ, ഫോർമൽ വെരിഫിക്കേഷൻ, നിങ്ങൾ നേരത്തെ ക്ലാസ്സുകളിൽ കേട്ടിട്ടുണ്ടാവും. അത്തരം കാര്യങ്ങളിലൂടെ, അത്രയും സാഹചര്യങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ടാണ് ഈ ടെസ്റ്റിങ് നമ്മൾ സാധ്യമാക്കുന്നത്. ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, പ്രോഗ്രാമേഴ്സിനെ നമ്മൾ ടെസ്റ്റ് ചെയ്യാനായിട്ട് സമ്മതിക്കില്ല. ഈ കോഡിനെ അവർക്ക് ജസ്റ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ സിൻടാക്സ് എററൊക്കെ ടെസ്റ്റ് ചെയ്യാം. കമ്പൈലർ ഉപയോഗിച്ചിട്ട് സിൻടാക്സ് എററൊക്കെ ടെസ്റ്റ് ചെയ്തിട്ട് ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്ത് ഒരു മൊഡ്യൂൾ ക്രിയേറ്റ് ചെയ്യും. ബാക്കിയുള്ള ടെസ്റ്റിംഗ് നടക്കുന്ന വേറെ ടീമായിരിക്കും. അപ്പോൾ നമ്മൾ ഈ ഇതിൻ്റെ വെച്ചാൽ ഡിഫക്ട്സിനെ നമ്മൾ റിഗറസ് ആയിട്ടുള്ള ഒരു ഇൻസ്പെക്ഷൻ പ്രോസസ്സ് വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നോക്കി ഇതിൻ്റെ ഡിഫക്ട്സ് ഒക്കെ അവോയ്ഡ് ചെയ്യുന്നൊരു മെത്തേഡാണ് ഈ ക്ലീൻ റൂം ടെസ്റ്റിങ്ങിൽ യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്താ വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് എറർ തീരെ ഇല്ലാത്ത സീറോ ഡിഫക്റ്റ് ഒന്നും ഇല്ലാത്തൊരു സോഫ്റ്റ്വെയർ നമുക്ക് കിട്ടണം. അതാണ് ഇതിൻ്റെ ഒബ്ജക്റ്റീവ്. പിന്നെ അതിൻ്റെ പേര് എന്തുകൊണ്ട് കിട്ടി എന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞു. ഓക്കെ, ഇതിൻ്റെ ടെക്നിക്കിൻ്റെ ഒരു ഗുണം എന്താ വെച്ചാൽ, ഇത് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, ഡോക്യുമെൻറ്റേഷനും കോഡൊക്കെ റിലയബിളും അതുപോലെ മെയിൻറ്റെയിനബിൾ ആകുന്ന രീതിയിൽ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്ത് തരുന്നുണ്ട്. കാര്യങ്ങൾ അത്രയും റിഗറസ് ആയിട്ട് ഓരോ ടീം ഇങ്ങനെ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതിൻ്റെ താഴെയുള്ള കുറച്ച് ഇതിൻ്റെ അപ്രോച്ചസ്, ക്ലീൻ റൂം അപ്രോച്ചസ് ടു സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് ബേസ്ഡ് ഓൺ 5 ക്യാരക്ടറിസ്റ്റിക്സ്. താഴെ കാണുന്ന ക്യാരക്ടറിസ്റ്റിക്സ് വെച്ചിട്ടാണ് ഈ ക്ലീൻ റൂം അപ്രോച്ച് നടത്തുന്നത്. അത് ഏതൊക്കെ നോക്കാം. ഫോർമൽ സ്പെസിഫിക്കേഷൻ, ഇൻക്രിമെൻ്റൽ ഡെവലപ്മെൻറ്റ്, സ്ട്രക്ചേർഡ് പ്രോഗ്രാമിംഗ്, സ്റ്റാറ്റിക് വെരിഫിക്കേഷൻ, സ്റ്റാറ്റിക്കൽ ടെസ്റ്റിംഗ് ഓഫ് ദ സിസ്റ്റം. ഈ 5 കാര്യങ്ങൾ വെച്ചിട്ടാണ് ഈ ക്ലീൻ റൂം ടെസ്റ്റിംഗ് നടക്കുന്നത്. എന്തൊക്കെയാണെന്നുള്ള അവിടെ എഴുതിയിട്ടുണ്ട്. ഫോർമൽ സ്പെസിഫിക്കേഷൻ, അതായത് നമ്മൾ ഫോർമലി സ്പെസിഫൈ ചെയ്ത രീതിയിലായിരിക്കണം സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യേണ്ടത്, പറഞ്ഞ രീതിയിൽ തന്നെ ചെയ്തിരിക്കണം. സ്റ്റാറ്റ് ട്രാൻസിഷൻ മോഡൽ വിച്ച് ഷോ സിസ്റ്റം റെസ്പോൺസ് ടു സ്റ്റിമുലൈ ഈസ് യൂസ് ടു എക്സ്പ്രസ് ദ സ്പെസിഫിക്കേഷൻ. അതായത് അതിൻ്റെ ഒരു മോഡൽ ഉണ്ടാവും, അതിൻ്റെ റെസ്പോൺസ് വെച്ചിട്ട് സ്റ്റിമുലേറ്റ് ചെയ്യും. അതായത് ഈ സിസ്റ്റം എങ്ങനെയൊക്കെയാണ് പ്രതികരിക്കണം എന്നുള്ളത് നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ തന്നെയാണോ എന്നുള്ളത് നോക്കുന്ന ഒരു സ്പെസിഫിക്കേഷനും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ളതിന് അനുസരിതമായിട്ട് ചെക്ക് ചെയ്യുകയും ചെയ്യും. ഇൻക്രിമെൻ്റൽ ഡെവലപ്മെൻറ്റ്, the software is partitioned into increments which are developed and validated separately using a clean room process. അതായത് ഓരോ പോർഷൻസ് ആയിട്ട് ക്ലീൻ റൂം പ്രോസസ്സിൽ വെച്ചിട്ട് ടെസ്റ്റ് ചെയ്യുന്നത്, ഇൻക്രിമെൻ്റ് ചെയ്ത് കൊണ്ടുവരും ഒരു വലിയ പ്രൊജക്റ്റിനെ. അതായത് ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ, കസ്റ്റമർ ഇൻപുട്ടിൻ്റെ ആദ്യത്തെ സ്റ്റേജിൽ തന്നെ കസ്റ്റമർ ഇൻപുട്ട് ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതായത് കസ്റ്റമറിന് വേണ്ട ഇൻപുട്ട് സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് തുടക്കത്തിൽ തന്നെ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരും. തേർഡ് വൺ ഈസ് സ്ട്രക്ചേർഡ് പ്രോഗ്രാമിംഗ്. സ്റ്റെപ്പ് വൈസ് ആയിട്ട് സ്ട്രക്ചറായിട്ട് ഈ പ്രോഗ്രാം ഡെവലപ്മെൻറ്റ് പ്രോസസ്സ് കൊണ്ടുവരണം. റിഫൈൻമെൻറ്റ് ഓഫ് ദ സ്പെസിഫിക്കേഷൻ്റെ റിഫൈൻമെൻറ്റ്, അത് അത്ര ക്ലാരിറ്റിയുള്ള സ്പെസിഫിക്കേഷൻ്റെ ബേസിൽ അങ്ങനെ തന്നെ പ്രോഗ്രാം ചെയ്ത് കൊണ്ടുവരാണ് നമുക്ക് വേണ്ടത്. കുറച്ച് കൺസ്ട്രക്ഷൻസും അതുപോലെ അബ്സ്ട്രാക്ഷൻസും അതുപോലെ ലിമിറ്റഡ് നമ്പർ ഓഫ് കൺട്രോൾസ് ഒക്കെ ആയിരിക്കും യൂസ് ചെയ്യേണ്ടത്. അങ്ങനെ കറക്റ്റ് സ്ട്രക്ചേർഡായ രീതിയിൽ ഒരു പ്രോഗ്രാം ചെയ്ത് കൊണ്ടുവരണം. അതും ഇതിൻ്റെ ഭാഗമാണ്. അങ്ങനെ കൊടുന്ന ഡെവലപ്പ് ചെയ്യുന്നൊരു സോഫ്റ്റ്വെയർ മിക്കപ്പോഴും ക്ലീൻ ആയിരിക്കും. ഓക്കെ, സ്റ്റാറ്റിക് വെരിഫിക്കേഷൻ, ദ ഡെവലപ്ഡ് സോഫ്റ്റ്വെയർ ഈസ് സ്റ്റാറ്റിക്കലി വെരിഫൈഡ് യൂസിങ് റിഗറസ് സോഫ്റ്റ്വെയർ ഇൻസ്പെക്ഷൻ. കുറേ ഇൻസ്പെക്ഷൻ്റെ ഭാഗമായിട്ട് സ്റ്റാറ്റിക് ആ ഒരു ടീം വെരിഫൈ ചെയ്തുകൊണ്ടിരിക്കും. അതാണ് സ്റ്റാറ്റിക് വെരിഫിക്കേഷൻ. സ്റ്റാറ്റിക്കൽ ടെസ്റ്റിംഗ് ഓഫ് ദ സിസ്റ്റം, ഇൻ്റഗ്രേറ്റഡ് സോഫ്റ്റ്വെയർ ഇൻക്രിമെൻറ്റ് ഈസ് ടെസ്റ്റഡ് സ്റ്റാറ്റിക്കലി ടു ഡിറ്റർമിൻ ഇറ്റ്സ് റിലയബിലിറ്റി. അതായത് ഇൻക്രിമെൻറ്റ് ചെയ്ത് കൊണ്ടുവരുന്ന ഈ സോഫ്റ്റ്വെയർ ടെസ്റ്റ് ചെയ്യും, അതിൻ്റെ റിലയബിലിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് സ്റ്റാറ്റിക്കൽ ടെസ്റ്റ് ആർ ബേസ്ഡ് ഓൺ ഓപ്പറേഷണൽ പ്രൊഫൈൽ വിച്ച് ഈസ് ഡെവലപ്ഡ് ഇൻ പാരലൽ വിത്ത് ദ സിസ്റ്റം സ്പെസിഫിക്കേഷൻ. അതായത് സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്നതിനനുസരിച്ച് അതിൻ്റെ ഓപ്പറേഷണൽ സ്പെസിഫിക്കേഷൻസും കാര്യങ്ങളും കൂടി ഉണ്ടാവും, പ്രൊഫൈലും കൂടി ഉണ്ട്, എങ്ങനെ വർക്ക് ചെയ്യണം കാര്യങ്ങളും. അതിൻ്റെ അടിസ്ഥാനത്തായിട്ടായിരിക്കും ഈ സോഫ്റ്റ്വെയർ വിത്ത് ഡിഫറെൻറ്റ് സിനാരിയോസ് ഉണ്ടാകും. അതിനനുസരിച്ചായിരിക്കും ഈ സോഫ്റ്റ്വെയർ ടെസ്റ്റ് ചെയ്യും കൂടി ചെയ്യാം.
കാരണം വെച്ചാൽ അത് കുറച്ചും കൂടിയും എഫേർട്ട് കൂടുതലാണ്. കാരണം വെച്ചാൽ അത് വാക്ക് ത്രൂ ഉണ്ട്, ഇൻസ്പെക്ഷൻ ഉണ്ട്, അതെല്ലാം വെരിഫിക്കേഷൻ ഉണ്ട്. ഇതെല്ലാം എന്താണ് ടൈം കൺസ്യൂമിങ് ആയതുകൊണ്ട് ഈ സംഭവം കുറച്ച് എന്താ പറയുക, ഈ അപ്രോച്ച് മൊത്തത്തിലുള്ള അപ്രോച്ച് എന്താണ് കുറച്ച് ടൈം കൺസ്യൂമിങ് ആണ് ഈ ക്ലീൻ റൂം ടെസ്റ്റിങ്. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് ടെസ്റ്റിംഗ്. നേരത്തെ പറഞ്ഞ ടെസ്റ്റിംഗ് ആണ്. ടെസ്റ്റിംഗ് എന്നുള്ള പോർഷൻ നമുക്ക് ഔദ്യോഗികമായിട്ട് കയറാം. പ്രോഗ്രാം ടെസ്റ്റിംഗ്. ടെസ്റ്റിംഗ് നമുക്ക് അറിയാമല്ലോ, നമ്മൾ സാധാരണ ഒരു മൊഡ്യൂൾ ഉണ്ടാക്കി അല്ലെങ്കിൽ നമ്മൾ സോഫ്റ്റ്വെയർ ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് അതിൽ എറേഴ്സ് ഉണ്ടോ, കാര്യങ്ങളുണ്ടോ, നമ്മൾ ഉദ്ദേശിച്ച ഇൻപുട്ടിന് നമ്മൾ ഉദ്ദേശിച്ച ഔട്ട്പുട്ടാണോ വരുന്നത്, ഇത്തരം കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുന്ന സംഭവമാണ് ടെസ്റ്റിങ്. ഓക്കെ, പ്രോഗ്രാം ടെസ്റ്റിംഗ് അതായത് ഇത് പറഞ്ഞ പോലെ ടെസ്റ്റ് ഓഫ് ഇൻപുട്ട്, ടെസ്റ്റ് കേസസ് ആണ്. ഇൻപുട്ടിനെ നമ്മൾ കൊടുക്കും, അതിനെ നമുക്ക് ഒബ്സർവിങ് ഇഫ് ദ പ്രോഗ്രാം ബിഹേവ് ആസ് എക്സ്പെക്റ്റഡ്, നമ്മൾ വിചാരിച്ച പോലെ തന്നെ പ്രോഗ്രാം വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ഒബ്സർവ് ചെയ്യും. ഇത് ഫെയിലായി വിചാരിക്കുക, നമ്മൾ ഉദ്ദേശിച്ച് നമ്മൾ കൊടുത്ത ഇൻപുട്ട് കൊടുത്തതിന് കൃത്യമായ ഔട്ട്പുട്ട് നമ്മൾ വിചാരിച്ച ഔട്ട്പുട്ട് കിട്ടിയില്ല വിചാരിക്കുക. അപ്പോൾ നമ്മളത് നോട്ട് ചെയ്യും. എന്നിട്ട് ഏത് ഇൻപുട്ടിനാണ് അത് നമ്മൾ ഉദ്ദേശിച്ച ഔട്ട്പുട്ട് കിട്ടിയില്ല അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വന്നു വിചാരിച്ച് നോട്ട് ചെയ്ത് വയ്ക്കാം. പിന്നെ എന്താ വെച്ചാൽ പ്രോഗ്രാമേഴ്സിന് കൊടുത്തു കഴിഞ്ഞാൽ അവരത് കറക്റ്റ് ചെയ്യുമല്ലോ, അതിന് വേണ്ടിയിട്ട്. ഫെയിലിയർ എന്ന് പറയുന്നത് മാനിഫെസ്റ്റേഷൻ ഓഫ് എറർ ഓർ ഡിറ്റക്റ്റഡ് ബട്ട് മെയർ പ്രസൻസ് ഓഫ് എറർ മെ നോട്ട് നെസറലി ലീഡ് ടു ഫെയിലിയർ. ഫെയിലിയർ എന്നാൽ മൊത്തത്തിൽ അത് കൊളപ്സ് ആവണത്. പക്ഷേ ചെറിയ എറേഴ്സൊക്കെ ഉണ്ട് വിചാരിച്ചിട്ട് അതിനൊരു സിസ്റ്റം ഫെയിലിയർ ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, ചില ഇൻപുട്ടിൽ മാത്രം പ്രശ്നമൊക്കെ ആണെങ്കിൽ. ടെസ്റ്റ് കേസസ് എന്ന് പറഞ്ഞാൽ ട്രിപ്ലെറ്റിന് ISO എന്ന് പറഞ്ഞാൽ ട്രിപ്ലെറ്റിനെയാണ് നമ്മൾ ടെസ്റ്റ് കേസസ് എന്ന് പറയുന്നത്. IS എന്ന് പറഞ്ഞാൽ 3 വാക്കില്ലേ, 3 ലെറ്റേഴ്സ്. അതെന്താണെന്നൊക്കെ നോക്കാം. IS ഡാറ്റ ഇൻപുട്ടിനെയാണ് I എന്ന് പറയുന്നത്, നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട്. S ഈസ് ദ സ്റ്റേറ്റ് ഓഫ് ദ സിസ്റ്റം അറ്റ് വിച്ച് ഡാറ്റ ഈസ് ഇൻപുട്ട്. അതായത് നമ്മൾ ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ സിസ്റ്റത്തിൻ്റെ സ്റ്റേറ്റ് എന്താ, അവസ്ഥ എന്താ നോക്കുന്നത്. O ഈസ് ദ എക്സ്പെക്റ്റഡ് ഔട്ട്പുട്ട് ഓഫ് ദ സിസ്റ്റം. O എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൊടുത്ത ഇൻപുട്ടിന് കിട്ടുന്ന ഔട്ട്പുട്ട്. പിന്നെ വരുന്നത് ടെസ്റ്റ് സ്യൂട്ട്. ദിസ് ഈസ് എ സെറ്റ് ഓഫ് ആൾ ടെസ്റ്റ് കേസസ് വിത്ത് വിച്ച് എ ഗിവൺ സോഫ്റ്റ്വെയർ പ്രൊഡക്റ്റ് ഈസ് ടു ബി ടെസ്റ്റഡ്. അതായത് നമ്മൾ ടെസ്റ്റ് സ്യൂട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു സോഫ്റ്റ്വെയർ പ്രൊഡക്റ്റിൻ്റെ അതിൽ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന എല്ലാ കേസുകളും, ഏതൊക്കെ ഇൻപുട്ട്, വെറൈറ്റി ഓഫ് ഇൻപുട്ട് എടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെക്ക് ചെയ്യും. അത്തരത്തിലുള്ള എല്ലാവിധ കേസസും കൂടി ഉൾപ്പെടുന്ന ടെസ്റ്റ് കേസസൊക്കെ ഉൾപ്പെടുന്നതാണ് ടെസ്റ്റ് സ്യൂട്ട് എന്ന് പറയുന്നത്. എയിം ഓഫ് ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിളാണ്, വളരെ ക്ലീൻ ആയിട്ടുള്ള, വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള, എറർ തീരെ ഇല്ലാത്ത ഒരു സോഫ്റ്റ്വെയർ നമുക്ക് കിട്ടുക എന്നാണ് എയിം ഓഫ് ടെസ്റ്റിംഗ്. പക്ഷേ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതത്ര ഒരു എളുപ്പമുള്ള കാര്യമില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ മിക്ക സോഫ്റ്റ്വെയർസിൻ്റെയും ഇൻപുട്ട് ഡൊമൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് കൊടുക്കുന്ന ഇൻപുട്ട് എന്ന് പറയുന്നത് വളരെ വലുതായിരിക്കും. അപ്പോൾ എല്ലാതൊന്നും ചിലപ്പോൾ നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റിക്കോളുന്നില്ല. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ടെസ്റ്റ് ചെയ്യാതിരിക്കാനും പറ്റില്ല. കാരണം വെച്ചാൽ ടെസ്റ്റ് ചെയ്താലേ ഉള്ളൂ ഏറെക്കുറെ എല്ലായ്പ്പോഴും പറ്റുന്ന കുറേ എറേഴ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ക്ലീനായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ടെസ്റ്റ് ചെയ്യണം, പക്ഷേ നമുക്ക് എപ്പോഴും മനസ്സിലുണ്ടാവും ദിസ് ഈസ് നോട്ട് കംപ്ലീറ്റഡ്. അതൊരു മനസ്സിൽ വെച്ചിട്ട് തന്നെ നമുക്ക് അത് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം അത് സാധ്യമല്ല, അത്രയും വലിയൊരു ഇൻപുട്ട് ഡൊമൈൻ ആയിരിക്കും. നമ്മൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് വെച്ചിട്ട് ബ്രേക്ക് ആവും. അത് പോസിബിളാണ്, അതിനുള്ള സാധ്യത തള്ളിക്കളയാനായിട്ട് പറ്റില്ല. ഓക്കെ, പിന്നെ വെരിഫിക്കേഷനും വാലിഡേഷനും തമ്മിലുള്ള വ്യത്യാസം. വെരിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ സംഭവങ്ങളൊക്കെ ഇട്ട് ടെസ്റ്റ് ചെയ്യണം, തെറ്റുകളുണ്ടോ കാര്യങ്ങളുണ്ടോ എന്നൊക്കെ നോക്കണം. വാലിഡേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ് നമ്മൾ അവസാനം ഒരു തീരുമാനത്തിലെത്തണം. ഓക്കെ, നമ്മൾ സിസ്റ്റം എറർ ഫ്രീ ആണെന്നുള്ള തീരുമാനത്തിലെത്തുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ വാലിഡേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഉദ്ദേശിക്കുന്നത്. താങ്ക് യു.